എന്താണ് വയസ്സന്മാരുടെ റോഡാണ് ഒരു കഷ്ടപ്പത് എന്താ ചെയ്യാതിപ്പോ ഒരാളെ കിട്ടാല്ലേ എപ്പോഴാ പറ്റിയത് എപ്പ പറ്റി ഞങ്ങൾ വരുമ്പോ ഇത് ഇങ്ങനെ കിടക്കുക ഇവിടെ ഇങ്ങനെ കിടക്കുക അപ്പതാ മൂപ്പിന് ഇവിടെ നിൽക്കണ്ടായിരുന്നു ഞാൻ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വന്ന അപ്പോഴാണ് ഒരു മനുഷ്യൻ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കല്ലാണ്ട് ഒരാളെ അതെ ഇതിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കും ഇവിടെ ഉള്ളതാണെങ്കിൽ ചേട്ടാ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക എന്തെങ്കിലും ചെയ്ത് എനിക്ക് പറ്റൂല കാരണം പറഞ്ഞല്ല ഞാനൊന്ന് നോക്കട്ടെ ആ ഒരു ഡോക്ടറാ ഞാനൊരു ഡോക്ടർ തന്നെയാണ് അല്ല നോക്കി നോക്ക് നോക്കി നോക്ക് പോയി പോയി ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹ് പോയിക്കണ ചങ്ങായി അവിടുന്ന് അതിന് ജീവണ്ടോ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിട്ട് നിങ്ങൾ പോയ അവിടുന്ന് അല്ല പിന്നെ നിങ്ങളായിക്കോ ഒരു മനുഷ്യനെ വെറുതെ കൊല്ല അതെ ഇവിടെ നിങ്ങൾ ഇവിടെ അടുത്തുള്ള പരിചയമുള്ള ഡോക്ടർ മൃഗ ഡോക്ടർ ആളുകളൊക്കെ അറിയിക്കാനുള്ളവരൊക്കെ നിങ്ങൾ അറിയിച്ചോ ആരെങ്കിലും അതെ പൊന്നാന മനുഷ്യന്മാരെ നിങ്ങൾ എന്ത് നോക്കിട്ടേക്കണം ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി കൂടെ ആ മനുഷ്യനെ അല്ല നിങ്ങൾ ഈ കണ്ട ആൾക്കാർ വണ്ടിയുള്ളവരില്ലേ ഒരു കാർ എന്തെങ്കിലും തടഞ്ഞു നിർത്തിയിട്ട് ഈ മനുഷ്യനൊന്ന് ആശുപത്രിയിൽ കൊണ്ടുവരും മനുഷ്യന്റെ അതെ ഞാൻ ഒരു കാര്യം നോക്കിട്ട് നിൽക്കണേ ശകലം വിവരമുള്ള ആരും ഇതിനു വേണ്ടി കൂട്ട് നിൽക്കൂല കാരണം കൊണ്ടുപോയാൽ പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാ പറഞ്ഞത് എത്ര ആൾക്കാർ ഇപ്പൊ ഈ നോക്കിക്കണേ ഒരു വണ്ടി വിളിക്കട്ടെ സുഗതനല്ലേ സുഗത സുഗത അയ്യോ ഇതെന്തത് ഇത് കണ്ടില്ലേ എന്താ പറ്റി ഇങ്ങടെ പറ്റിയതൊക്കെ പറഞ്ഞാലാ അയ്യോ അല്ല സത്യമായിട്ട് ഞാൻ കണ്ടില്ല മുകളിൽ കൂടെ പോകുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ആയിട്ട് അറിയില്ല അല്ല അതറിയില്ല ഞാൻ ഈ എന്റെ പോക്കണ്ടപ്പോ മനസ്സിലായി എപ്പോഴാ സംഭവിച്ചത് സംഭവം ഞാൻ പറഞ്ഞുതരാം ഞാനിതുവഴി വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ ഈ ബൈക്ക് ഇങ്ങനെ ചരിഞ്ഞ് കിടപ്പുണ്ട് ഈ ചെക്കൻ രക്തത്തിൽ കുളിച്ച് കിടപ്പുണ്ട് ഇവർ രണ്ടാളും കൂടെ ഇവിടെ നിപ്പുണ്ട് ഇവരെന്ത് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല അതെനിക്കറിയില്ല ഒരാൾ ആക്സിഡന്റ് ആയി കിടക്കുക നിങ്ങൾ തർക്കിക്കൽ ആരാ ആദ്യം കണ്ട് മൂപ്പരെ പറഞ്ഞു വിട്ടപ്പോ എനിക്ക് സമാനായില്ലേ ഇദ്ദേഹമാണ് ആദ്യം കണ്ടാണ് ആദ്യം കണ്ടത് ഇതാ മൂപ്പര് ഇവിടെ നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ കടന്നു പറഞ്ഞേ അപ്പൊ ആദ്യം വന്ന ആളാണ് ഇവിടെ കണ്ടില്ലല്ലോ ഞാൻ ഇയാളെ എനിക്കറിയില്ല ചോര കണ്ടമാനം പോയിന്റ് ഇപ്പൊ എന്താ നിങ്ങൾ വന്ന് കുറെ നേരം ഏതെങ്കിലും വണ്ടി വിളിച്ചൊന്ന് കൊണ്ടുവരുന്നില്ല സുഖത ആ ആൾക്കാരും വരണ്ട വണ്ടിയുള്ളവരെ എത്ര ആൾക്കാരെ ഇവിടെ നോക്കുന്നത് അപ്പൊ ഇവിടെ കിടന്ന റോട്ട് കയറിയിട്ടൊന്നും തടുക്കാറുന്നില്ല എന്റെ കയ്യിൽ വണ്ടിയുണ്ട് പിന്നെ എന്താ മനുഷ്യത്വം ഇതാണ് സ്കൂട്ടറാണ് അതിലെങ്ങനെ കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ലെങ്കിൽ ആ വണ്ടി എടുത്ത് ഏതെങ്കിലും കാർ പിടിക്കാൻ നിങ്ങൾക്ക് കൂടെ അതെ സുഖത ഇനിയിപ്പോ അധികം വർത്താനത്തിനും തർക്കത്തിനും ഒന്നും നിൽക്കണ്ട ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രവർത്തകനാണെന്നുള്ളത് ഇപ്പൊ നമ്മക്കൊക്കെ അറിയണാണ് അപ്പൊ ഇച്ചൊരു കാര്യം ചെയ്യും ആ ചങ്ങായിനെ എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു വണ്ടിയുടെ സൗകര്യം ഒന്നും ഉണ്ടാക്കും അതൊരു പ്രശ്നമുണ്ട് ഇപ്പഴേ എന്താ പ്രശ്നം നമ്മുടെ LP സ്കൂളിലെ 10 മണിക്ക് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് ഒരു മീറ്റിംഗ് അപ്പൊ എന്റെ പ്രകൃതി സംരക്ഷണത്തിൽ മനുഷ്യൻ പെടൂല്ലേ മനുഷ്യന്മാര് പെടും പക്ഷെ ഞാൻ 10 മണിക്ക് എത്താന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് വാക്കാണല്ലോ വലുത് അത് ശരിയാ പ്രവൃത്തി അല്ലല്ലോ അല്ലെ വലുത് അത് സാഹിബ് അതാണ് ഞാൻ പറയാം എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത് അങ്ങനെ കുറ്റപ്പെടുത്തരുത് തിരക്കുള്ള ഒരു മനുഷ്യനാണ് ഞാനിപ്പോ ഈ മനുഷ്യനെ കണ്ടോ ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല ഇയാൾ എവിടത്തെ എന്താന്ന് എനിക്കറിയില്ല ഇല്ലല്ലോ നിങ്ങൾ പറഞ്ഞില്ലേ പുള്ളിനെ ആദ്യമായിട്ട് കാണുകയാണെന്ന് ഞാൻ നിങ്ങളെ 2-3 പേരെ ഞാൻ ആദ്യമായിട്ട് കാണുക ഞാൻ ഇയാളെ ഏതെങ്കിലും വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഹോസ്പിറ്റലുകാർ പറയും ഇയാളുടെ ആൾക്കാർ വരട്ടെ അതുവരെ ഇവിടെ നിൽക്കുന്നു പറയും അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും എന്നിട്ട് SI എത്തുന്നവരെ അവിടെ നിൽക്കാൻ പറയും എന്തെങ്കിലും കേസും കൂട്ടം വന്ന് എന്നെ വിളിക്കും ഒരു ദിവസം അതിന് വേണ്ടി മെനക്കണം എനിക്ക് സമയമില്ല ഒന്നും സമയമില്ല അതന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ ചർച്ച കഴിയുമ്പോഴത്തെ ആളുടെ കാറ്റ് പോകും ഒരു കാര്യം ചെയ്യും വണ്ടി ഞാൻ തരാം നിങ്ങൾ ഇതിൽ കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെന്ന് നമുക്ക് പോയിട്ട് ടാക്സിയോ അല്ലെങ്കിൽ ആംബുലൻസ് എന്തെങ്കിലും ഞാൻ വരൂല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആംബുലൻസ് കയറ്റി വിടാൻ വരെ ഞാൻ നിൽക്കാം ആശുപത്രിയിൽ ഞാൻ വരില്ല ഞാൻ പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ്റെ പൊണ്ണ് ഞാൻ പറയട്ടെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിൽക്കേ എന്തെങ്കിലും ആവശ്യം അത് വേണ്ട ഒരു മനുഷ്യനാട്ടോ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞ് കേറ്റാ പൊന്തില്ലല്ലോ നിങ്ങൾ വണ്ടി വിളിച്ചിട്ട് ഈ വയസ്സായ എന്നോട് ഈ പോയി സംസാരിക്കണേ ആദ്യം വന്ന് നോക്കിയ ആളാണ് ഇപ്പൊ നേരത്തെ പോയത് രണ്ടാമത് വന്ന് നോക്കിയ ആള് ഞാനാണ് ഞാൻ പോവാ
വന്ന ആള് പോയ സ്ഥിതിക്ക് രണ്ടാമത് വന്ന ആളാണ് സാക്ഷി. എല്ലാത്തിനും നിങ്ങൾ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വിടില്ല. അല്ലല്ല അല്ലെങ്കിൽ ഞാനും വിട്ടു. അതുകൊണ്ട് പോലീസ് വരട്ടെ. ഈ പെണ്ണ് കണ്ട് പദവ ശരിയായാലേ കല്യാണം ഇപ്പോൾ അടുത്ത വരവൻ തന്നെയല്ലേ നടക്കുള്ളൂ. അതിപ്പോ അവരോട് സംസാരിച്ചു നോക്കാം. അവരുടെ താല്പര്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ചെയ്താൽ അല്ല അങ്ങനെയല്ല ഞാൻ ചോദിക്കണേ. ഇനിയിപ്പോൾ അവർക്ക് താല്പര്യമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമോ? ചോദിച്ചു നോക്കണം. ഉടനെ കയറി ചെല്ലണമെന്നാണ് അവിടെ നിന്ന് വിളിച്ചത്. പിന്നെ നമുക്കിപ്പോൾ ഒരു കാര്യം വേണമെങ്കിൽ വരികയാണെങ്കിൽ നമുക്കൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അതാ നല്ലത്. ഇതാണ്ട് ശരിയാ മതി. എത്രാമത്തെ പെണ്ണാണല്ലോ നമ്മള് പോണത്. എന്ത് ചെയ്യാനാണ് എല്ലാം കൂടി ഇണങ്ങി വരണ്ടേ? അത് ശരിയാ. അല്ല ഈ മണ്ണും പെണ്ണും എന്നൊക്കെ പറഞ്ഞ യോഗ ഇത് നടന്നു കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയണത്. ഇത് കുട്ടി ഉഗ്ര കുട്ടിയാട്ടോ. പിന്നെ എനിക്കറിയാം, പേഴ്സണലായിട്ട് എനിക്കറിയാം. നമ്മളെ ഒരു സുഹൃത്തുണ്ട്, ഒരു സുഭാഷിന്റെ പെങ്ങളെ മോളാ. ശരി, എന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരു വണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തൊരു ആൾക്കൂട്ടം കാണുന്നുണ്ടല്ലോ. അതെ, ആക്സിഡന്റാ. പരിചയമുള്ള ആളുകൾ കൈ കാണിക്കും. ആൾക്കാരുണ്ടാവില്ലേ? അത് ഇറങ്ങണ്ട. അതെ, ഇവിടെ ആളുകൾ വട്ടം കൂടിയുണ്ട്. എന്തോ ആക്സിഡന്റ്. വേണ്ട, അത് പുലിപാലാവും. നമുക്ക് നോക്കണ്ട. അല്ല, ചോര ഒലിപ്പിച്ച് കിടക്കണില്ലെന്ന്. അവിടെ അല്ല, ഇങ്ങോട്ട് വാ. അവര് നമ്മുടെ വണ്ടി കണ്ടിട്ട് കൈ കാണിക്കുന്നുണ്ട്. വണ്ടി ബാക്ക് എടുക്ക്. ഇല്ല, പറയണേക്ക്. വണ്ടി ബാക്ക് എടുക്ക്. വേണ്ട, അത് ഇടങ്ങറാവും. ഞാൻ പറഞ്ഞേക്ക്. അത് തിരിക്കാനുള്ള പരിപാടിയാ. കണ്ട, കാറുള്ളവര് പോലും സഹകരിക്കില്ല എന്ന് പറഞ്ഞു. അവർ മനസ്സിലായി, ആക്സിഡന്റ് ആണെന്ന് മനസ്സിലായി. അവർ പോവാണ്, അവർ പെടുമെന്ന് അവർക്കറിയാം. ഇത് നമ്മളൊക്കെ ഈ പോറേ നാട്ടിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെടുന്നവരിൽ എന്തെങ്കിലും വന്ന ഇങ്ങനെ നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ എങ്ങനെയാണ്? ഇതിപ്പോ നമ്മള് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്ഥിതി എനിക്കറിയാലോ. ഹോസ്പിറ്റലിൽ നമ്മൾ പെടും. അതെ, ഒന്നിങ്ങോട്ട് വാ ചേട്ടാ. ഒന്നുകൂടി വാടോ. അനക്ക് 16-ാം തീയതി തിരിച്ചു പോകേണ്ടതാണ്. അതാ ഞാൻ പറയണത്. അതൊന്നും കാര്യമില്ല. അവര് വിളിക്കണ്ട. എടാ, നീ വണ്ടി എടുത്താ അങ്ങോട്ട് എന്താന്ന് നോക്കാം. എന്താ വരില്ല? കണ്ടാ, ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം. എടങ്ങറാണ്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ മൊയ്തൊരു മനുഷ്യ ജീവനല്ലേ അത്. നമ്മൾ കണ്ടില്ല മനുഷ്യന്മാർക്ക് ഇല്ലാത്ത അവിടെ വണ്ടി ഇല്ലാഞ്ഞിട്ടല്ലേ നമ്മളെ വിളിക്കണം. എടാ, നീ വണ്ടി എടുത്തേ. അതെ, ഒന്ന് തിരിക്കാൻ ഞാൻ കാര്യങ്ങളെ ആൾക്കാരെ കുറ്റം പറയണ്ട. അതെ, ഇവിടെ നിർത്തോ. മോളിന്ന് വണ്ടി തെറ്റിയിട്ട് വന്ന് വീണതാ. ഒരു വണ്ടി എത്ര നേരമായിട്ട് കിട്ടിയില്ല. ഇങ്ങനെ കിടത്തണേ നിങ്ങൾക്ക് ആസ്പത്രി കൊണ്ട് അതെ, ഈ വണ്ടിയിൽ കയറ്റിയ ആളെ കൊണ്ടുപോയാൽ പോലെ. ഒന്ന് പിടിച്ചോ. പിടിക്കാം. തല പിടിക്കുന്ന നേരെ കയറ്റി മറിമായം.